മൂന്നാം ബലാത്സംഗ കേസിൽ അറസ്റ്റിലായ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി ലഭിച്ചാൽ അയോഗ്യനാക്കാനുള്ള നടപടിയിലേക്ക് കടക്കാൻ നിയമസഭാ സെക്രട്ടേറിയറ്റ്. അയോഗ്യത ആവശ്യപ്പെട്ട് LDF MLAമാർ ഉടൻ പരാതി നൽകും. അതിനിടെ അറസ്റ്റ് ചെയ്ത വിവരം സ്പീക്കറെ രേഖാമൂലം പോലീസ് അറിയിച്ചു. ബലാത്സംഗ കുറ്റം ചുമത്തിയതും കേസ് വിവരവും കൈമാറി. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ അയോഗ്യതാ നടപടിക്കുള്ള നീക്കം നിയമസഭ ആരംഭിച്ചിട്ടുണ്ട്. MLAമാരിൽ നിന്ന് പരാതി ലഭിച്ചാൽ ഉടൻ തന്നെ അത്തരം നടപടികളിലേക്ക് കടക്കും. എത്തിക്സ് ആൻഡ് പ്രിവൈസ് കമ്മിറ്റിക്ക് വിടാനോ അല്ലെങ്കിൽ സ്പീക്കർക്ക് നേരിട്ട് ഈ നടപടികളിലേക്ക് കടക്കാനോ കഴിയുന്ന സാഹചര്യമാണുള്ളത്. അതിനുള്ള നീക്കം നിയമോപദേശം ഇന്നലെ തന്നെ സ്പീക്കറുടെ ഓഫീസും നിയമസഭാ സെക്രട്ടേറിയറ്റും തേടിയിരുന്നു. ഇടതുമുന്നണി എന്ന നിലയിലും ഒരുപക്ഷെ പരാതി നൽകിയേക്കും. നിയമസഭാ സമ്മേളനം 20-ന് ആരംഭിക്കുകയാണ്. അതിനു മുമ്പ് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെ അയോഗ്യതാ നീക്കവും ആരംഭിക്കാൻ തന്നെയാണ് സാധ്യത. കേരള നിയമസഭയുടെ ചരിത്രത്തിൽ ഇത്തരത്തിലൊരു അയോഗ്യത ഒരു MLAക്കും നേരിടേണ്ടി വന്നിട്ടില്ല. 2 തവണ എത്തിക്സ് ആൻഡ് പ്രിവൈസ് കമ്മിറ്റിക്ക് ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിൽ PC ജോർജിനെതിരെ ശാസന അടക്കമുള്ള നടപടികൾ ഉണ്ടായിരുന്നു. പക്ഷേ അതിനുശേഷം ഒരു MLAക്കെതിരെയും അത്തരം നീക്കങ്ങൾ ഉണ്ടായില്ല. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ അയോഗ്യരാക്കാൻ നടപടികളിലേക്ക് തന്നെ നിയമസഭ കടന്നാലും അത്ഭുതപ്പെടാനില്ല. രാഹുലിനെ അറസ്റ്റ് ചെയ്ത് രാഹുൽ ജയിലിലാണെന്ന വിവരം അന്വേഷണ സംഘം രേഖാമൂലം സ്പീക്കറെ അറിയിച്ചിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ കൂടി നിയമസഭാ സെക്രട്ടേറിയറ്റും തുടർ നീക്കങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിൽ പ്രതികരിക്കാനില്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. പാർട്ടിക്ക് പുറത്തുള്ളവരോട് എങ്ങനെയാണ് രാജി ആവശ്യപ്പെടുകയെന്നും VD സതീശൻ ആവർത്തിച്ചു. പാർട്ടിക്ക് പുറത്തുള്ള ആളുകളോട് എങ്ങനെ രാജി ആവശ്യപ്പെടുന്നു? ഒരാളെ നിയമസഭാംഗമായി ജയിച്ച ഒരാളെ പുറത്താക്കണമെങ്കിൽ ഇപ്പോ ആന്റണി രാജുവിന്റെ മെമ്പർഷിപ്പ് പോയി, അത് ഓട്ടോമാറ്റിക്കായിട്ട് പോയതാണ്. മെമ്പർഷിപ്പ് 2 കൊല്ലത്തിന് മീതെ അല്ലെ ശിക്ഷ കിട്ടിയപ്പോ പോയതാണ്. അല്ലാതെ ഒരാളുടെ മെമ്പർഷിപ്പ് കളയാനുള്ള പ്രൊവിഷൻ ഏതെങ്കിലും ഉണ്ടാന്ന് ഞാൻ ഇതുവരെ എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. ശ്രദ്ധയിൽ ആരെങ്കിലും പെടുത്തിയാൽ നമുക്കത് പരിശോധിക്കാം. ഞാൻ ഒറ്റയ്ക്ക് പറയേണ്ട തീരുമാനമല്ല. പാർട്ടി എല്ലാ കാര്യത്തിലും ഇത് സംബന്ധിച്ച് പാർട്ടിയാണ് ഒരുമിച്ച് തീരുമാനമെടുത്ത് ഇനി പാർട്ടി ആലോചിക്കും. അങ്ങനത്തെ ഒരു ഘട്ടം വന്ന സാങ്കല്പിക ചോദ്യമാണത്. ഇപ്പൊ മറുപടി പറയേണ്ട ആവശ്യമില്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ MLAയുടെ രാജി ആവശ്യം നിയമസഭയിൽ ചർച്ചയാകട്ടെ എന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. രാഹുലിനെതിരെ കോൺഗ്രസ് കടുത്ത നടപടിയാണ് സ്വീകരിച്ചത്. ഒരു രാഷ്ട്രീയ പാർട്ടിയും ഒരിക്കലും എടുക്കാത്ത നിലപാടാണ് അതെന്നും KC വേണുഗോപാൽ പറഞ്ഞു. ഒരു രാഷ്ട്രീയ പാർട്ടിയും ഒരിക്കലും എടുക്കാത്ത നിലപാടാണ് ധൈര്യപൂർവ്വം കോൺഗ്രസ് പാർട്ടി എടുത്തത്. ഇക്കാര്യത്തിൽ മാതൃക സൃഷ്ടിച്ചിരിക്കുന്നത്. ഇനി കോൺഗ്രസിന്റെ മുമ്പിൽ അത്തരം കാര്യങ്ങളിൽ ഒരു ചർച്ചയ്ക്ക് പ്രസക്തിയില്ല. സ്ഥിരം ലൈംഗിക കുറ്റവാളിയാണ് രാഹുൽ മാങ്കൂട്ടത്തിലെന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം MV ജയരാജൻ. കോൺഗ്രസിന്റെ ജീർണതയാണ് ഇതിലൂടെ വെളിവാവുന്നത്. 3ാമത്തെ പരാതിക്കാരിയെ വടകരയിലെ ഫ്ളാറ്റിലേക്ക് ക്ഷണിച്ചുവെന്നും ഈ ഫ്ളാറ്റ് ആരുടേതാണെന്ന് തിരിച്ചറിയേണ്ടതുണ്ടെന്നും MV ജയരാജൻ പറഞ്ഞു. സ്ഥിരം ലൈംഗിക കുറ്റവാളിയായി അറിയപ്പെടുന്ന കോൺഗ്രസ് നേതാവിന്റെ ചെയ്തികൾ കോൺഗ്രസിലെ ഒരു ജീർണതയാണ് വെളിപ്പെടുന്നത്. 3ാമത്തെ ഇര പോലീസിന് നൽകിയ പരാതിയിന്മേലാണ് ഇപ്പോഴുള്ള കേസുണ്ടായതും പോലീസ് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യുകയും ചെയ്തത്. രാഹുൽ മാങ്കൂട്ടത്തിൽ കേസിലെ അതിജീവിതയെ വീണ്ടും അപമാനിച്ചതിന് രാഹുൽ ഈശ്വറിന് പുതിയ നിയമക്കുരുക്ക്. ജാമ്യ വ്യവസ്ഥ ലംഘിച്ചുവെന്ന് ചൂണ്ടിക്കാട്ടി പോലീസ് നൽകിയ ഹർജിയിൽ തിരുവനന്തപുരം CJM കോടതി നോട്ടീസ് അയച്ചു. അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ പരാതികളെല്ലാം മുഖ്യമന്ത്രിക്ക് നൽകുന്നത് പബ്ലിസിറ്റിക്ക് വേണ്ടിയാണെന്ന് രാഹുൽ ഈശ്വർ ആരോപിച്ചു. തന്റെ ജാമ്യം റദ്ദാക്കാൻ പോലീസ് നിസ്സാര കാരണങ്ങൾ നിരത്തുകയാണ്. തെരഞ്ഞെടുപ്പ് കാലത്ത് അനാവശ്യമായി തന്നെ ജയിലിലിട്ടുവെന്നും രാഹുൽ ഈശ്വർ പറഞ്ഞു. ഏകദേശം 16 ദിവസത്തോളമാണ് ജയിലിൽ കിടന്നത്. യഥാർത്ഥത്തിൽ സ്റ്റേഷൻ ജാമ്യം തന്നു വിടേണ്ട ഒരു കാര്യത്തിന് 16 ദിവസത്തോളം ജയിലിലിടുകയുണ്ടായി. അതിനുശേഷമാണ് എനിക്ക് ജാമ്യം കിട്ടിയത്. പക്ഷേ സാമൂഹിക കാര്യങ്ങളിൽ നിലപാടെടുക്കുന്നതുകൊണ്ടും പുരുഷന്മാർക്ക് വേണ്ടി നിലപാടെടുക്കുന്നതുകൊണ്ടും വീണ്ടും നിശബ്ദനാക്കാൻ വേണ്ടി പോലീസ് വീണ്ടും മൂവ് ചെയ്തിരിക്കുകയാണ്. ജാമ്യം നിഷേധിക്കണമെന്ന് പറഞ്ഞു. ചെയ്ത കുറ്റം എന്താണ് എന്ന് പോലീസ് പറയുന്നത്, രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആദ്യം പരാതി കൊടുത്ത പെൺകുട്ടി ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ വിധിപ്രകാരം ബഹുമാനപ്പെട്ട സെഷൻസ് കോടതിയുടെ വിധിയിൽ ആ പെൺകുട്ടിക്ക് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കൊടുത്ത പീഡന ആരോപണം നിലനിൽക്കില്ല എന്ന് കോടതി കണ്ടെത്തിയിട്ടുണ്ട്. ആ കോടതി ഫൈൻഡിംഗ് അടക്കം സൂചിപ്പിച്ചുകൊണ്ട് ഈ വ്യക്തി അതിജീവിതയല്ല എന്ന് പറഞ്ഞു. ഇതാണ് എനിക്കെതിരെ കൊടുത്തിരിക്കുന്ന കേസ്. അത് അവരിൽ മാനസിക സമ്മർദ്ദമുണ്ടാക്കി. അതുകൊണ്ട് രാഹുൽ ഈശ്വറിന്റെ ജാമ്യം ക്യാൻസൽ ചെയ്യണം. ബഹുമാനപ്പെട്ട കോടതിയുടെ വിധിന്യായത്തിൽ എഴുതി വെച്ച ഫൈൻഡിംഗ്
പറഞ്ഞു എന്നുള്ളതാണ് ഒരു കാര്യം. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഈസി ആയിട്ട് വെച്ച് ആൾക്കാരെ കുടുക്കുന്നത് സ്ഥിരം നമ്മൾ കാണുന്ന ഒരു പ്രവണതയാണ്. സോഷ്യൽ മീഡിയയിൽ വൈറലായി മുഖ്യമന്ത്രിയുടെ ചായക്കപ്പ്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ കേസിലെ അതിജീവിതയുടെ ഫേസ്ബുക്ക് കുറിപ്പിലെ വാചകങ്ങളാണ് മുഖ്യമന്ത്രിയുടെ കപ്പിലുള്ളത്. ലവ് യു ടു ദ മൂൺ ആൻഡ് ബാക്ക് എന്നായിരുന്നു കപ്പിലെ വാചകം. എങ്ങനെയൊക്കെ കേരളത്തെ സാമ്പത്തികമായി ഞെരുക്കാമെന്നാണ് കേന്ദ്ര സർക്കാർ നോക്കുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പ്രധാനമന്ത്രിയുടെ പേരിൽ ആഘോഷപൂർവ്വം പ്രഖ്യാപിച്ച പദ്ധതികളുടെ ഫണ്ട് പോലും കേരളത്തിന് തടസ്സപ്പെടുകയാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കേന്ദ്രത്തിനെതിരെ പാളയം രക്തസാക്ഷി മണ്ഡപത്തിന് മുന്നിൽ നടന്ന സത്യാഗ്രഹ സമരം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി. സമരത്തിൽ രൂക്ഷ വിമർശനമാണ് സമരത്തിനെതിരെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉന്നയിച്ചത്. ഡൽഹിയിൽ പോയി മോദിയും അമിത്ഷായും പറയുന്ന എവിടെയും മുഖ്യമന്ത്രി ഒപ്പിടുമെന്ന് സതീശൻ പറഞ്ഞു. കേന്ദ്രത്തിനെതിരായ മുഖ്യമന്ത്രിയുടെ സമരം ജനശ്രദ്ധ തിരിക്കാനാണെന്നും ഇപ്പോൾ നടക്കുന്നത് നാടകമാണെന്നും BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറും ആരോപിച്ചു. ഈ നാടിനെ തകർക്കരുത്, ഈ നാടിനെ അർഹതപ്പെട്ടത് നിഷേധിക്കരുത്, ഇതാണ് നാം ആവശ്യപ്പെടുന്ന കാര്യം. ഏതെങ്കിലും തരത്തിൽ അനർഹമായ ഒന്നും കേരളം ആവശ്യപ്പെടുന്നില്ല. പക്ഷേ നമ്മുടെ രാജ്യത്തിലെ സംസ്ഥാനങ്ങൾക്ക് ഭരണഘടനാനുസൃതമായി അവകാശപ്പെട്ട കാര്യങ്ങളുണ്ട്. ആ അവകാശപ്പെട്ട കാര്യങ്ങൾ നിഷേധിക്കരുത് എന്നതാണ് നാം ഉയർത്തുന്നത്. കേന്ദ്ര സർക്കാരിനും സംഘപരിവാറിനും അതുപോലെ കോൺഗ്രസിനുമെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചാണ് മുഖ്യമന്ത്രി നേതൃത്വത്തിൽ ഇടതുമുന്നണിയുടെ നേതാക്കളും മന്ത്രിമാരും MLA-മാരും സത്യാഗ്രഹ സമരം നടത്തിയത്. കേന്ദ്ര സർക്കാർ സംസ്ഥാനത്തെ ക്രൂരമായി ശ്വാസം മുട്ടിക്കുന്നു എന്നാണ് പ്രധാനമായും സർക്കാർ കേന്ദ്രങ്ങൾ ഇടതുമുന്നണി ആരോപിച്ചത്. സംസ്ഥാനത്തിന് ലഭിക്കേണ്ട അവകാശങ്ങൾ കവർന്നെടുക്കുകയാണ് കേന്ദ്രം. ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയാത്ത നടപടികളാണ്. ക്രൂര മനോഭാവത്തോടുകൂടി സർക്കാരിനെതിരെ സംസ്ഥാനത്തിനെതിരെ കേന്ദ്രം നിലപാടെടുക്കുന്നുവെന്നാണ് മുഖ്യമന്ത്രി ആരോപിച്ചത്. സമരത്തിൽ സംസാരിച്ച ഉപവാസത്തിൽ സംസാരിച്ച നേതാക്കളെല്ലാം അതേ നിലപാടാണ് സ്വീകരിച്ചത്. എന്നാൽ കോൺഗ്രസ് ആകട്ടെ സംസ്ഥാനത്തിനൊപ്പം നിൽക്കുന്നതിന് പകരം, സംസ്ഥാന താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് പകരം BJP പറയുന്ന വഴിയെ പോകുന്നുവെന്ന വിമർശനം കോൺഗ്രസിനെതിരെയും സമരത്തിൽ ഉയർന്നു കേട്ടു. എന്നാൽ എന്തുകൊണ്ട് സർക്കാരിനൊപ്പം ഇടതുമുന്നണിക്കൊപ്പം സമരം ചെയ്യുന്നില്ല എന്ന ചോദ്യത്തിന് പ്രതിപക്ഷത്തിന്റെ മറുപടി അവർക്കൊപ്പം കൂടിയാൽ ഞങ്ങളും വഷളായി പോവും. രഹസ്യമായി BJP-ക്കൊപ്പം ചേർന്ന് നിൽക്കുകയും അമിത്ഷായ്ക്കും മോദിക്കൊപ്പം ചേർന്ന് നിൽക്കുകയും പിന്നീട് പരസ്യമായി അവർ തള്ളിപ്പറയുകയും ചെയ്യുന്ന LDF നിലപാടിനൊപ്പം തങ്ങളില്ല എന്ന് തന്നെയായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണം. ഈ സർക്കാരുമായിട്ട് യോജിച്ച ഒരു സമരത്തിലും ഞങ്ങളില്ല. കാരണം ഇവര് ഡൽഹിയിൽ ചെന്നാൽ നരേന്ദ്രമോദിയുടെ മുന്നിലും അമിത്ഷായുടെ മുന്നിലും ഓച്ചാനിച്ച് നിൽക്കുന്ന ഒരു മുഖ്യമന്ത്രിയും ഭരണകൂടമാണുള്ളത്. അതിന്റെ കൂടെ ഞങ്ങളില്ല സമരം ചെയ്യാൻ. ഇവർക്ക് ഒരുപാട് കേസുകളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി പരസ്പര ബാന്ധവമാണ് BJP നേതൃത്വവും സംസ്ഥാനത്തെ CPM നേതൃത്വവും. അത് കേരളത്തിലെ ജനങ്ങൾക്കറിയാം. ഇടതുമുന്നണിയുടെ മുഖ്യമന്ത്രി സമരത്തിനെതിരെ BJP-യും രംഗത്തെത്തി. നുണകളുടെ കൊട്ടാരം പണിയുകയാണ് മുഖ്യമന്ത്രി. കേന്ദ്രം നൽകിയ സഹായങ്ങളൊന്നും പുറത്തു പറയാതെ തെറ്റായ പ്രചരണങ്ങൾ നടത്തുകയാണ് മുഖ്യമന്ത്രിയും ഇടതുമുന്നണിയുമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ആരോപിച്ചു. ഈ CPM സർക്കാരിന്റെ ഒരു രാഷ്ട്രീയ തന്ത്രം എന്ന് പറഞ്ഞാൽ ജനങ്ങളെ ശ്രദ്ധ തിരിക്കാനും ജനങ്ങളുടെ സാമാന്യ ബുദ്ധി ചാലഞ്ച് ചെയ്യുന്ന ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് അവർ ചെയ്യേണ്ട അവരുടെ കടമ ശ്രദ്ധ തിരിക്കാൻ അവരൊരു പണ്ടുകാലത്തിന്റെ ഒരു ശ്രമമാണ് ഇന്നും അദ്ദേഹം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.